പയർ ഇവിടെ മഴയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്നും ഇപ്പം വീഡിയോ ഇടുന്നില്ലായിരുന്നു, മഴയൊക്കെ ആയതുകൊണ്ടും പിന്നെ വീട്ടിൽ കുറച്ച് പൂക്കളുടെയൊക്കെ ഇതുള്ളത് കൊണ്ടൊക്കെ ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. നമ്മുടെ കൃഷിയുടെ ഇത്തവണത്തെ കൃഷിയുടെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം എന്താ ഇതുപോലെ നമ്മുടെ പയറൊക്കെ ഇതാ പന്തലിൽ കയറി. നമ്മുടെ മംഗളായനത്തിലുള്ള പയറാണ് കേട്ടോ. ഒരു 35-40 ദിവസം ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് പൂ വരും. അപ്പോൾ അതാ പൂവും കായും ഒക്കെ വന്നിട്ടുണ്ട്. കാണാം, ഇതുണ്ടോ, ഈ മഴ ആയതുകൊണ്ട് ഇങ്ങനെ പ്രശ്നം. ഈ പൂ അതിനകത്ത് തന്നെ അഴുകിയിരിക്കുന്നത് കണ്ടോ. ഞാൻ ഇരുന്നിട്ട് കുറച്ച് പയറൊക്കെ നമുക്ക് നശിച്ചു പോകും. കുറേ പൂക്കളെല്ലാം പൊഴിഞ്ഞ് പോകും. മഴയത്ത് ഈ മഴ തട്ടിക്കളയും പൂക്കൾ. ഇതെല്ലാം നല്ല പയറായി വരുന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വിത്ത് തന്നെ നമ്മൾ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന അർക്കാമ വിത്ത് തന്നെയാണ് നമ്മളെല്ലാവർക്കും അയച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം ഇട്ടവർക്കെല്ലാം ഇതേപോലെ പയറാവാൻ തുടങ്ങി കാണും. ഉണ്ടോ അതാ, നമ്മളിപ്പോൾ കുറച്ച് പയർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പയറും കുറച്ച് കുക്കുംബറും പിന്നെ ശകലം പാവലിട്ടു. പാവലിന് ഇത്തവണ കാലാവസ്ഥയുടെ ആണെന്ന് തോന്നുന്നു ചെറിയൊരു മുരടിപ്പ് പോലെ വരുന്നുണ്ട്. ഈ മുരടിപ്പ് കാണുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇത് പിഴുത് കളയും. ഇപ്പം തന്നെ അതിനകത്ത് 1-2 നാംദാരി ഇനത്തിലുള്ള പാവലായിട്ടിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഒരു 5-6 എണ്ണം ഇങ്ങനെ മുരടിച്ച് പോയി. അപ്പം അത് നമ്മൾ പിഴുത് കളഞ്ഞിട്ടുണ്ട്. ഉണ്ടോ, ഇത് നമ്മുടെ പൂക്കളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ പൂക്കളും ഉണ്ടോ. നമ്മുടെ യഥാർത്ഥത്തിൽ ഇത് നാടൻ പയറാണ് കേട്ടോ. നമ്മുടെ നാടൻ പയറാണ്, പക്ഷേ അതിൻ്റെ പൂക്കൾ വരുന്നുണ്ടോ, നിറച്ച് കായ്ക്കും ഇതിനകത്ത്. നമ്മുടെ ഹൈബ്രിഡ് പയറിനേക്കാളിലും നന്നായിട്ട് നിറച്ച് കായ്ക്കും. ഇത് കായ്ക്കുകയും ചെയ്യും. മഴ സമയത്ത് നടാൻ പറ്റിയ നല്ലൊരു ഇനം പയറാണ് അർക്കാമംഗള പയർ. നമ്മളതിൻ്റെ വിത്ത് ഒരുപാട് പേര് ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നമ്മളിത് വിത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതാ ഇപ്പം ഈ സീസണിൻ്റെ ഒക്കെ കുഴപ്പം കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇച്ചിരി ചൂട് സമയത്താണ് ഇട്ടത്, വലിയ മഴ വരുന്നതിന് മുമ്പ്. അതുകൊണ്ടാണല്ലോ ഇപ്പം അതിലേക്കറി കായ്ക്കാൻ തുടങ്ങിയത്. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ഇട്ട് പയർ, ഒരു മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇട്ട്. അതുകൊണ്ട് ഒരു ചെറിയതാ ഇലക്കൊക്കെ ചിലതിനൊക്കെ ചെറിയൊരു മുരടിപ്പൊക്കെ വന്നിട്ടുണ്ട്. കാലാവസ്ഥയുടെ നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ പന്തലിനകത്ത് കയറ്റി കൊടുക്കണം കേട്ടോ. ഓരോ വള്ളി ഇതേപോലെ കയറ്റി കൊടുക്കുവാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് നല്ല കായ്ഫലം ഉണ്ടാവും. എന്നാൽ ഒരു തണ്ടിൽ തന്നെ വേണ്ട 3-4 ഒക്കെ പയർ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് പയറാകും. ഒരാഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പയർ വിളവെടുക്കാൻ, കുറച്ച് വിളവെടുക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ അധികമൊന്നും ഇട്ടിട്ടില്ല. ആകെ ഒരു 4 വാരം പയർ മാത്രമേ നമ്മളിപ്പോൾ ഈ ഒരു സീസണിൽ ഇട്ടിട്ടുള്ളൂ. കാരണം കുറച്ച് ഏറെ കുക്കുംബർ ഇടാമെന്ന് വിചാരിച്ചു. കുക്കുംബർ ആകുന്ന ഉടനെ കുക്കുംബറിന് ഒരുപാട് ആവശ്യക്കാരുണ്ട്. പയറിനും ആവശ്യക്കാരുണ്ടെങ്കിലും കുക്കുംബർ തന്നെ കഴിക്കുന്ന, ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ തികയുന്നില്ല. കുക്കുംബർ തികയാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് അധികം കുക്കുംബർ ഇട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് നെയ്ക്കുമ്പളം ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഇനി പന്തലോട്ട് കയറ്റി ഇടണം കേട്ടോ. അപ്പം ഇതുവരെ അതൊന്നും പന്തലെ കയറ്റി വൃത്തിയാക്കിയിട്ടില്ല. അതെല്ലാം ഇനി ശരിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കൃഷിക്കാഴ്ചകൾ. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് പയർ നടുന്നത്. ഇപ്പം ഓരോ തവണ ചോദിക്കുമ്പോഴും ആളുകൾ പറയും പയർ നടുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ ആദ്യമേ വാരം എടുത്തിട്ട് അതിനകത്ത് കോഴിവളമാണ് ഇത്തവണ ഇട്ടിരിക്കുന്നത്. കോഴിവള, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ വാരം മൂടിയ ശേഷം നമ്മൾ ട്രിപ്പും ഇട്ട്, അതായത് ട്രിപ്പ് ഇട്ട് ഷീറ്റും ഇട്ട ശേഷം നമ്മൾ പിന്നെ കുറച്ച് ദിവസം ഒരാഴ്ച എങ്ങനെ നനച്ച് കൊടുക്കണം. കോഴിവളം ആണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയെങ്കിലും നമ്മൾ നനച്ച് കൊടുക്കണം. നനച്ച് കൊടുത്ത ശേഷം നമ്മൾ തൈ നടുന്നത്, തൈയാണോ വിത്താണോ ഏതാണെന്ന് വെച്ചാൽ അതാണ് നടുന്നത്. ഞാനിവിടെ പയറിൻ്റെ വിത്താണ് നട്ടിരിക്കുന്നത്. നേരിട്ട് പാവിയാണ്. അപ്പം നേരിട്ട് പാവിയോ അല്ല ട്രൈ പാവിയോ നമുക്ക് നടാം. ഞാൻ എപ്പോഴും ഈ പയർ നേരിട്ട് തന്നെയാണ് പാവുന്നത്. പിന്നെ ഇതിനകത്ത് മെയിൻ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഇലകൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ. അടിയിൽ നിന്ന് വരുന്ന ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത് എപ്പോഴും നല്ലതാട്ടോ. ഇപ്പം നമുക്ക് ഇത്തവണ ഇത് കട്ട് ചെയ്ത് കളഞ്ഞില്ല. മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ടുള്ള വരവ് കുറവായിരുന്നു. അതുകൊണ്ട് നമുക്കിതെല്ലാം ശരിക്കും നോക്കാൻ പറ്റിയിട്ടില്ല. ഭയങ്കര മഴയല്ലായിരുന്നു. ഇതേപോലെ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കളയാവല്ല ചെയ്യുന്നത്. അപ്പോൾ ഇതെടുത്ത് നമ്മൾ ഈ ഷീറ്റിൻ്റെ അടിയിലോട്ട് തന്നെ നമ്മളങ്ങ് വെച്ച് കൊടുക്കും. അപ്പം അതിനുള്ള വളം അവിടെ തന്നെ ഇരുന്ന് അഴുകി ആ വളം അതിന് തന്നെ ആവുമല്ലോ. ഇതുണ്ടോ, പയറായി. ഇപ്പം നീളം വെക്കും. മഴയൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് പയറൊക്കെ അതിനകത്ത് തന്നെ നിന്ന് ഉരുകിപ്പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പയർ ഉണ്ടോ, ഇത് ഇവിടെ ഇരുന്ന് പഴുത്തിട്ട് കേടായിപ്പോവും. അപ്പോഴങ്ങനെയാണ് നമ്മൾ ഒരു 4 പരുവം മുതൽ നമുക്ക് വേപ്പിൻ പിണ്ണാക്കല്ല, നമ്മുടെ കടലപ്പിണ്ണാക്കും അതിനകത്ത് കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ശകലം ചാണകം കൂടെ ചേർത്ത് കുളിപ്പിച്ചിട്ട് ഒരു ഗ്ലാസ്സിന് 10 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്ക് എല്ലാ ആഴ്ചയിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാണ് ഏറ്റവും നല്ല വളം. അത് തന്നെയാണ് പയറിന്. നന്നായിട്ട് പയറുപിടുത്തമൊക്കെ ഉണ്ടാകും. അതേപോലെ ഒരു 5-6 പരുവാകുമ്പോൾ മുതൽ നമുക്ക് ഏതെങ്കിലും ഒരു വേപ്പധിഷ്ഠിത കീടനാശിനികൾ നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പം വേപ്പെണ്ണ ചേർന്ന്
മരുന്ന് നമുക്ക് ആദ്യമേ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം രോഗങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ പയർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും പിന്നെ അടുത്ത ഘട്ടമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം വിശറിനെ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പം മഴ ആയതുകൊണ്ട് വിശർ കുറച്ച് ഭാഗത്തെങ്ങാണ്ടേ കയറിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കൊഞ്ചൻ തലയോ ഞണ്ടിൻ്റെ കാലോ ഒക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് നമുക്ക് വിശറിനെ കയറ്റി വിടാൻ പറ്റും. അപ്പം ഞാൻ ഇനി ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. ഇപ്പം മീനൊന്നും കിട്ടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു. നമുക്ക് ഈ ഞണ്ടിൻ്റെയോ കൊഞ്ചിൻ്റെയൊക്കെ തൊലിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് ആ മാവ് നിറയെ വിശറാണ്. അപ്പോൾ അതിനകത്തൊന്നും വിശറൊക്കെ കയറും. അപ്പോൾ ഇനി നമുക്ക് വിളവെടുപ്പൊക്കെ കാണാം കേട്ടോ. ഇനി നമുക്ക് വിശറ് കയറ്റുന്ന വീഡിയോ ഒക്കെ ഇടാം. ഓക്കെ, ബൈ ബൈ.